രാവിലെ ഒരു 10 മണിയോടുകൂടി കൊച്ചിനെയും കൊണ്ടൊന്ന് ആശുപത്രിയിലേക്ക് പോയതാണ് ഈ കാണുന്നത് കേട്ടോ. എൻ്റെ പൊന്നേ ഒന്നും പറയണ്ട, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അതുമാതിരി പോസ്റ്റായിപ്പോയി. ഞങ്ങൾ രാവിലെ 10 മണിക്ക് പോയിട്ട് തിരിച്ച് ഡോക്ടറെയും കണ്ട് മരുന്ന് വാങ്ങി ഇറങ്ങിയത് ഏകദേശം ഒരു 2-2:30 മണിയായിപ്പോൾ കേട്ടോ. ഞാൻ കുട്ടീനെ എൻ്റെ അമ്മയുടെ കയ്യിലായിരുന്നു ഏൽപ്പിച്ചേർന്നത്. തിരിച്ചു പോരാൻ നേരത്തെ അമ്മയുടെ കയ്യിൽ നിന്ന് കൊച്ചിനെയും മേടിച്ച് ഞങ്ങൾ നേരെ പോകുന്നു ഫുഡ് കഴിക്കാനായിട്ട്. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു സദ്യ കഴിക്കാമെന്ന് കരുതി. എപ്പോഴും ബിരിയാണി, അൽഫാം, മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണല്ലോ നമ്മൾ കഴിക്കാറ്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നല്ല സൂപ്പർ സദ്യ കിട്ടുന്നത് എവിടെയാണെന്ന് അന്വേഷിച്ച് ഞങ്ങൾ നേരെ ആനന്ദഭവനിൽ പോയിട്ടോ. അങ്കമാലിയിലുള്ള ഒരു ആനന്ദഭവനിലാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഇലസദ്യയാണ്. അതൊരു സ്പെഷ്യൽ ഊണ് തന്നെയാണ് കേട്ടോ. AC റെസ്റ്റോറൻറ്റിലാണ് നമുക്കത് കഴിക്കാൻ കിട്ടുക. അപ്പോൾ അതേ അവിടെ ചെന്നിരുന്നു. പരിപ്പാണ് ആദ്യം കിട്ടിയത്. പരിപ്പ് കറി കൂട്ടി കഴിച്ചു നോക്കി, നല്ല രസമുണ്ടായിരുന്നു. ഒരു പ്രത്യേകമായൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാടി തളർന്ന് ക്ഷീണിച്ചിരുന്ന നമ്മുടെ സുക്കപ്പൻ സുറുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. അവിടെ കിടന്ന് ഓടിക്കളി, ചാടിക്കളി, തുള്ളിക്കളി, എന്തൊക്കെയായിരുന്നു എൻ്റെ ദൈവമേ, ഒന്നും അറിയാൻ പാടില്ലാത്ത രീതിയിലായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പായസവും പപ്പടവും പഴവും എല്ലാം കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പടം എല്ലാം പൊടിച്ച് നല്ല ഗോതമ്പ് പായസം അതിലേക്ക് ഒഴിച്ച് നല്ല സൂപ്പറായിട്ട് കുഴച്ച് കൂട്ടി അടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പറയാതിരിക്കും ഒരു രക്ഷയുണ്ടായില്ല. പൊതുവേ ഗോതമ്പ് പായസം ഇഷ്ടമല്ലാത്ത എനിക്ക് എന്തോ ഈ പായസത്തിനോടൊരു വല്ലാത്തൊരു അടുപ്പം തോന്നി കേട്ടോ. അപ്പോൾ അഞ്ചു അവിടെ ഇരുന്നിട്ട് ഊണ് കഴിക്കൽ തുടരുന്നുണ്ട്, പിള്ളേരെ കളിയും തുടരുന്നുണ്ട്. ചാനൽ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.